ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നസി. അപ്പോൾ നേരെ ചെറിയൊരു കുഞ്ഞ റെസിപ്പീസായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരേ. പുളിഞ്ചാറാണ് കേട്ടോ. പുളിഞ്ചാറ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചിരി വരും, എന്നാൽ അടിപൊളി റെസിപ്പിയോ മക്കളെ. ഇതിൻ്റെ കൂടെ നമുക്ക് നുള്ളി കൂട്ടാൻ വേണ്ടിയിട്ട് ഉണക്കമീനോ അല്ലെങ്കിൽ പച്ച മീൻ വറുത്തതായാലും വേണം കേട്ടോ. ഇത് രണ്ടുമില്ലാതെ പറ്റിയേയില്ല. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. കടുക് വേണം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് ചെറിയുള്ളിയും പച്ചമുളകും കൂടെ ചതുക്കി വെച്ചതാണ്, തക്കാളി, വെളുത്തുള്ളി, പുളിവെള്ളം. ഇത് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റിൽ അറിയിക്കണേ. എന്ന് വെച്ചാൽ പുളിഞ്ചാറ് എന്ന് പറഞ്ഞാൽ ആർക്കും ചിരിയൊന്നും വരണ്ട മക്കളെ. ഇതൊന്നും ഒഴിച്ച് കൂട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ചതുക്കി വെച്ച ചെറിയുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പുളിഞ്ചാറ് എന്നുള്ള സംഭവമേ എൻ്റെ ഉമ്മച്ചിട്ട പേരാണ് കേട്ടോ. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി തരുന്ന ഒരു ഡിഷാണ് കേട്ടോ. പക്ഷേ പറയാൻ പറ്റില്ല, അടിപൊളി ടേസ്റ്റാണ്. നമുക്കത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് വാടുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്തോളും. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളീൻ്റെ പുറന്തോട് നന്നായിട്ട് ഞാൻ ചെത്തിക്കളഞ്ഞതാണ്. നല്ല പഴുത്ത തക്കാളി ആകുമ്പോൾ വേഗം വഴന്ന് കിട്ടും കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഇത് ഒരു വട്ടമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. മീൻകറി ഇറച്ചിക്കറിയൊക്കെ മാറി നിൽക്കും. അതോ ചോറിലിങ്ങനെ വെള്ളം പോലെ ഒഴിക്കണം, എന്നിട്ട് അതിലിങ്ങനെ വാരി തിന്നണം. അടിപൊളി ടേസ്റ്റ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വാളംപുളി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വാളംപുളി നന്നായിട്ട് കുറുകി അധികം വെള്ളമാക്കാതെ ആവശ്യത്തിന് പാകത്തിന് ഒഴിച്ച് കൊടുക്കട്ടെ. പുളിക്ക് ആവശ്യമായിട്ട് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരണേ. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളം കേട്ടോ. കുറുകിയത് ഒഴിക്കരുത്, തെളിഞ്ഞത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നാൽ സംഭവം റെഡി. ഇത്രയുള്ള എൻ്റെ വീഡിയോ.